ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹായ്, ഹരിയാണ് സംസാരിക്കുന്നത്. പ്രോ റൈഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. KSRTC ബസ്സിലാണ് യാത്ര. ഗോവയിൽ വെച്ച് എടുക്കുന്ന മോട്ടോർ സൈക്കിളിന്റെ IBWയിലോട്ടാണ് യാത്ര. നമ്മുടെ ഉണ്ണിക്കണ്ണൻ പറഞ്ഞ പോലെ നനച്ച വണ്ടിയിലെ നനച്ച സ്ഥലത്തോട്ട് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. പോകുന്ന ട്രെയിൻ എത്തിയിട്ടില്ല. ഞാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. അങ്ങനെ എനിക്ക് പോകേണ്ട ട്രെയിൻ വന്നിരിക്കുകയാണ്. പലപ്പോഴും ഭാരതപ്പുഴയുടെ അരികിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു ഭാരതപ്പുഴയാണ്. പക്ഷെ ഞാൻ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ശോഷിച്ച് വറ്റി വരണ്ടൊഴുകുന്ന ഭാരതപ്പുഴയാണ് ഞാൻ കാണുന്നത്. അതും ഒരു വേനൽക്കാലത്ത് പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകണം എന്ന് പറയുന്നത് ഇവന്റെ പ്രാന്തൻ ചിന്താഗതി എന്നൊക്കെ പലരും പറയും. നിലയുടെ തീരത്ത് എന്തായാലും റെയിൽവേയുടെ പാലത്തിന്റെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. തീവണ്ടി യാത്ര ചില സമയങ്ങളിൽ മനോഹരമായിരിക്കും, ചില സമയങ്ങളിൽ ബോറിംഗ് ആയിരിക്കും. ഏതോ ഒരു സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പിടിച്ചിട്ടേക്കാണ്. ബഡ്ഗോൺ ജംഗ്ഷൻ കഴിഞ്ഞ് സുർവാലി സ്റ്റേഷനാണ് പിടിച്ചിട്ടിരിക്കുന്നത്. എനിക്ക് തരുന്നില്ല, നേരം വെളുത്തിട്ട് തിവിമ്മിലെത്തിയാൽ മതി. 5-ാം തീയതി ഉച്ചയ്ക്ക് കയറി 6-ാം തീയതി രാവിലെയാണ് എത്താൻ പോകുന്നത്. ഫൈനലി അങ്ങനെ തിവിം സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ വന്ന ട്രെയിൻ പോകുകയാണ്. കൃത്യസമയത്ത് എത്തിക്കാത്ത ട്രെയിനിന് താറ്റ പറഞ്ഞ് ട്രെയിനിന്റെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും. നമ്മുടെ നാട്ടിൽ കാണാത്ത കൗതുകരമായൊരു കാഴ്ചയാണിത്. നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. റെയിൽവേ സ്റ്റേഷനകത്തൊരു തുണിക്കട എന്ന് കയറി കൊടുത്താൽ പറ്റിച്ച് കഴിത്തരും എന്നറിയാം. അതുകൊണ്ട് തന്നെ നേരെ നടന്നു. തിവിം സ്റ്റേഷനടുത്ത് 500 മുതൽ ബൈക്ക് റെന്റ് ലഭിക്കുന്നതാണ്. ഗോവയിൽ നിങ്ങൾ വരികയാണെങ്കിൽ 500 മുതൽ ബൈക്ക് റെന്റ് ലഭിക്കുന്നതാണ്. റെന്റ് കൂടാതെ ഡിപ്പോസിറ്റ് ആയിട്ട് 2000 രൂപ അടയ്ക്കേണ്ടതാണ്. അപ്പൊ നിങ്ങളൊരു ബൈക്ക് റെന്റിനായിട്ട് 2500 രൂപ മുടക്കേണ്ടി വരും. ഒരാൾക്ക് വേണ്ടി ഇത്ര എമൗണ്ട് മുടക്കണോ എന്നുള്ള ചിന്താഗതിയിൽ ഞാൻ ബൈക്ക് ടാക്സിയാണ് ചൂസ് ചെയ്തത്. എന്റെ റൂം വരുന്നത് അഞ്ജുന മപ്സ റോഡ് സൊറാണ്ട. ഇങ്ങോട്ട് പോകാനായിട്ട് അദ്ദേഹം പറഞ്ഞ എമൗണ്ട് 500 രൂപയാണ്. റേറ്റ് കുറയ്ക്കാത്തതുകൊണ്ട് തന്നെ ഈ യാത്രാമാർഗം സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു ബൈക്ക് ടാക്സിയിലൂടെ ഗോവയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഓൾമോസ്റ്റ് കേരളത്തിലൂടെ ഒരു യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ്. യാത്രയിലുടനീളമുള്ള കാഴ്ചകളൊന്നും കേരളത്തിൽ നിന്ന് ഞാൻ മാറി നിന്നു എന്നൊരു ഫീല് എന്നെ അലട്ടുന്നുമില്ല. ഓഫ് കോഴ്സ് ഗോവൻ സംസ്കാരത്തിലും ബിൽഡിങ്ങുകളിലും വ്യത്യാസങ്ങളുണ്ട്. പരിസരബോധം മറന്നുള്ള വേസ്റ്റുകളെ കേരളത്തിലും ഗോവയിലും കാണാൻ സാധിക്കുന്നതാണ്. ട്രാവലിംഗ് ഇൻ ബൈക്ക്. ഞാൻ അങ്ങനെ സായി ഗുരു ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുകയാണ്. ഇനി 2 ദിവസം ഇവിടെ ഞാൻ ഉണ്ടാവും. റൂമും അവിടുത്തെ സൗകര്യങ്ങളും എല്ലാം കൊള്ളാം. അഞ്ജന വാഗയിലോട്ടൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗസ്റ്റ് ഹൗസ് ചൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയയും ഇവിടെയുണ്ട്. നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെ വണ്ടി താഴെ ഇരിക്കുന്നതായിട്ട് കാണാം. മോട്ടോർ സൈക്കിൾ ബ്രാൻഡുകളെ പരിചയപ്പെടുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. മോട്ടോർ സൈക്കിൾ ആക്സസറീസ് ബ്രാൻഡും മോട്ടോർ സൈക്കിൾ സേഫ്റ്റി പ്രോഡക്ട്സും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. വേണമെങ്കിൽ തൊട്ടപ്പുറത്തെ പറങ്കിൽ പോയി ഫുട്ബോൾ കളിക്കുക. അങ്ങനെ വീഡിയോ എടുത്ത് സമയം പോയതറിഞ്ഞില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമായി. ഊണ് കഴിക്കുക, ചോറ് കഴിക്കുക എന്നുള്ള മലയാളികൾ പറയുക. ഞാൻ താമസിച്ച റൂമിന് അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. ഗോവയിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് മദ്യം. ഇവിടുത്തെ പ്രത്യേകത പെട്ടിക്കടയിൽ പോലും ബിയർ കിട്ടും. ഞാൻ ഒന്നേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ആൽക്കഹോൾ ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോസിലൂടെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ മദ്യത്തേക്കാൾ വിലയുള്ളതും ഹൈലി എക്സ്പെൻസീവ് ആയ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. ഫ്രൈഡ് റൈസ് എന്നെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിലും IBW ായിട്ട് റോഡിലൂടെ പോകുന്ന പല മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആദ്യമായിട്ടാണ് ഒരു മോട്ടോർ സൈക്കിൾ ഇവന്റിൽ പങ്കെടുക്കാൻ പോകുന്നത്. വൈകുന്നേരം ആ ഇവന്റിൽ ചെല്ലുന്നിടം വരെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. മേ ബി ആ എക്സൈറ്റ്മെന്റിൽ പെട്ട് വീഡിയോ എടുക്കാൻ വരെ ചില സമയങ്ങളിൽ മറന്നുപോയേക്കാം. അങ്ങനെ ഇവന്റിന് പോകാൻ നമ്മൾ ഈ കാണുന്ന റിസ്റ്റ് ബാൻഡ് ഉപയോഗിച്ചാണ് ഈ ഇവന്റിലോട്ടുള്ള എൻട്രൻസ്. ദിസ് ലൈക്ക് എ വാലറ്റ്. ഈ കാണുന്ന ബാർകോഡ് സ്കാൻ ചെയ്തുകൊണ്ട് IBW ഇവന്റിലുള്ള പല പ്രോഡക്റ്റുകളും നമുക്ക് വാങ്ങാവുന്നതാണ്. അഥവാ നിങ്ങളുടെ പൈസ തീരുകയാണെങ്കിൽ ഇത് റീചാർജ് ആവുന്നതുമാണ്. എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പവലയിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത്. ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളിലോട്ട് കടക്കാം. ഈ കാണുന്നതാണ് IBWന്റെ എൻട്രൻസ്, ഇന്ത്യൻ ബൈക്ക് വീക്ക്. ഇത് പകല് കാണുന്നതിൽ അടിപൊളി, രാത്രി കാണാനാണ്. അതുകൊണ്ടാണ് രാത്രി കാഴ്ചകൾ ഉൾപ്പെടുത്തിയത്. ദിസ് ഈസ് എ മോട്ടോർ സൈക്കിൾ മാമാങ്കം എന്ന് പറയാം. നമ്മൾ എവിടെ പോയാലും എവിടെ തിരിഞ്ഞാലും മോട്ടോർ സൈക്കിൾ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. എൻട്രൻസിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആദ്യം ചെല്ലുന്നത് തീവ്രയുടെ സ്റ്റാളിലോട്ടാണ്. അൽപായ പരിധിയാണ് ഇതിന്റെ ഫൗണ്ടർ. മാർക്കറ്റിംഗും ഇവര് തന്നെയാണ്. ബേസിക്കലി തീവ്ര ഇസ് എ ലൈറ്റ് വെയിറ്റ് ഹെൽമെറ്റ് ബ്രാൻഡ് ആണ്. ഓൾമോസ്റ്റ് 10,000 രൂപ ഹെൽമെറ്റിന് വില വരുന്നതാണ്. ബേസിക്കലി ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഹെൽമെറ്റ് കൂടാതെ മറ്റ് ചില പ്രോഡക്ട്സിലോട്ടും അവർ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. എക്സാമ്പിൾ ഇവിടെ അവർ ന്യൂലി ലോഞ്ച് ചെയ്ത തീവ്ര XPMJ റൈഡിംഗ് ജീൻസ്. മറ്റ് പ്രോഡക്റ്റുകളെ പറ്റി എനിക്ക്
എനിക്കറിയില്ല. പക്ഷെ ഹെൽമെറ്റിൽ ഞാൻ അത്ര തൃപ്തനല്ല. ഹെൽമെറ്റിന്റെ ഗ്രാഫിക്സ് എല്ലാം അടിപൊളിയാണ്, ബട്ട് ദ ഹെൽമെറ്റ് ഈസ് ഓവർ പ്രൈസ്ഡ്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക. അകത്തെ സ്റ്റാളുകളിലോട്ട് കയറി കണ്ണുടക്കിയത് ഈ കാണുന്ന ഡൈനസിന്റെ സ്റ്റാളിലോട്ടാണ്. ഞാൻ മോട്ടോർ സൈക്കിൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയ കാലം തൊട്ട് പലരിലൂടെയും അല്ലാതെയും കാതിൽ മുഴങ്ങുന്ന ഒരു പേരാണ്. അന്ന് തൊട്ടേ ഒരു ആഗ്രഹമാണ് ഡൈനസിന്റെ ഒരു പ്രോഡക്റ്റ് സ്വന്തമാക്കണം എന്നുള്ളത്. ഡൈനസ് ബ്രാൻഡിനെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഞാൻ രസകരമായ ഒരു കഥ പറയാം. എനിക്ക് മോട്ടോർ സൈക്കിൾ ബ്രാൻഡിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അവരുടെ ഇടയിൽ അങ്ങനെ നിൽക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വിധത്തിൽ ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. ഒരു വിധത്തിൽ നമുക്ക് റിസ്ക് ഇല്ല ചില കാര്യത്തിലൊക്കെ. അങ്ങനെ 2024 IBW വെച്ച് ഡൈനസ് പറഞ്ഞ ബ്രാൻഡിനോടും ഡൈനസിന്റെ പ്രോഡക്റ്റുകളോടും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പിന്നെ ആ ഡൈനസിന്റെ ലോഗോയും എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചൊരു ലോഗോയാണ്. കേരളത്തിൽ ഡൈനസിന്റെ ഓതറൈസ്ഡ് ഡീലർഷിപ്പ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ആ ആഗ്രഹപ്രകാരം ഞാൻ ഡൈനസിന്റെ ഒരു ടീഷർട്ട് മേടിച്ചു. ഈ ടീമിലെ തലമൂത്തയാള് ഞാൻ ഈ ടീഷർട്ട് ഇട്ടിരിക്കുന്നത് കാണാനിടയായി. അങ്ങനെ ആ ഡൈനസ് ബ്രാൻഡിന് അവർ മറ്റൊരു പേരും കൂടി നൽകി, ദിനേശ്. ഇവനൊന്നും അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർ ഡൈനസിനെ ദിനേശ് ആക്കി മാറ്റിയ കഥ. ഇതിന്റെ ഇടയിൽ ഞാൻ അത് ഓർത്തു പോവുകയാണ്. പ്രീമിയം മോട്ടോർ സൈക്കിൾ, മൗണ്ടൻ ബൈക്ക്, വിന്റേജ് സ്പോർട്സ് എന്നിവ ഉൾപ്പെടുന്ന ഡൈനാമിക് സ്പോർട്സിനായുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ബ്രാൻഡ് 1972 ലിനിയോ ഡൈനസ് സ്ഥാപിച്ചതാണിത്. ഇപ്പോഴത്തെ ഡൈനസിന്റെ വളർച്ചയുടെ പിന്നിൽ ഓർഗാനിക് കമ്പനിയുടെ പങ്ക് വളരെ വലുതാണ്. ഇതിനെ ഏറ്റെടുക്കുകയും 2007 ഇറ്റാലിയൻ ഹെൽമറ്റ് നിർമ്മാതാക്കളായി AG ഉൾപ്പെടുന്ന ഓർഗാനിക് കമ്പനി ക്രിസ്റ്റീനോ സിലിയാണ് ഇപ്പോൾ കമ്പനി നയിക്കുന്നത്. 2022 ഇൻവെസ്കോപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഓഹരികൾ കാർലൈൻ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും ഡൈനസ് ആൻഡ് AGV ഗ്രൂപ്പിന്റെ ഭൂരിഭാഗം ഓഹരികളും അവർ സ്വന്തമാക്കുകയും ചെയ്തു. AGV ആൻഡ് ഡൈനസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥാവകാശം കാർലൈൻ ഗ്രൂപ്പിന്റെ കീഴിലാണിപ്പോൾ. ഈ ഡൈനസിന്റെ മോട്ടോർ സൈക്കിൾ റൈഡിംഗ് പ്രോഡക്റ്റുകൾ ഒട്ടും അഫോർഡബിൾ അല്ല. ഡൈനസിന്റെ എല്ലാ പ്രോഡക്റ്റും ഹൈലി എക്സ്പെൻസീവ് ആണ്. ഓഫറിൽ നല്ല ഡീലിൽ കിട്ടിയാൽ മാത്രമേ നമ്മളെ പോലുള്ള ആൾക്കാർ ഈ പ്രോഡക്റ്റിലോട്ട് വരുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അതായത് ഒരു ഡുക്കാട്ടിയുടെ മോട്ടോർ സൈക്കിൾ സ്വന്തമാക്കുന്ന പോലെ. ഞാനിവിടെ ബെഡായി പറയാന്ന് ആരും ധരിക്കരുത്. സംശയമുള്ളവർക്കായിട്ട് ഞാൻ വില കാണിച്ചു തരാം. ഡൈനസിന്റെ ഒരു ജാക്കറ്റിന്റെ വിലയാണ്, വില കേട്ട് അറിഞ്ഞിട്ടണ്ട. 40,000 തൊട്ട് മുകളിലോട്ടാണ് ജാക്കറ്റിന്റെ പ്രൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിലവിൽ ഇപ്പൊ ഇവരുടെ AGV ബ്രാൻഡ് ഇന്ത്യയിലില്ല. ഡൈനസ് ഗ്രൂപ്പിന്റെ കീഴിൽ വന്നത് സ്യൂട്ടുകൾ, ജാക്കറ്റുകൾ, ഷോക്ക് അബ്സോർബിംഗ് കവചങ്ങൾ, ബാക്ക് പ്രൊട്ടക്ടറുകൾ, റൈഡിംഗ് ബാൻഡ്, ബൂട്ട്, ഗ്ലൗസ്, ടീഷർട്ടുകൾ, ആക്സസറീസുകൾ ഇവയുടെ പ്രോഡക്റ്റുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ആരോമിഡ്, കാർബൺ ഫൈബർ, ടൈറ്റാനിയം എന്നിവ ഉൾപ്പെടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ്. പരമ്പരാഗത പശുത്തോൽ, കങ്കാരുത്തൊലി. ഇറ്റാലിയൻ ബ്രാൻഡായ ഡൈനസ് മോട്ടോർ സൈക്കിൾ റൈഡിങ്ങിനായിട്ട് അവരുടെ മോട്ടോർ സൈക്കിൾ റൈഡിംഗ് പ്രോഡക്റ്റുകൾക്കായിട്ട് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടുന്ന് KYTയുടെ സ്റ്റാളിലോട്ട് വരുമ്പോൾ നമ്മളെല്ലാവർക്കും പരിചിതമായ ഒരു ബ്രാൻഡാണ് KYT. 1998 തുടങ്ങിയ ഇറ്റാലിയൻ ഹെൽമെറ്റ് ബ്രാൻഡാണ് KYT. പ്രാഥമികമായി ഉയർന്ന നിലവാരമുള്ള റേസിംഗ് ഹെൽമെറ്റുകൾ നിർമ്മിക്കുന്നതിൽ അവരുടെ എല്ലാ ഡിസൈനുകളും റേസിംഗ് DNA സംയോജിപ്പിച്ച് ഹെൽമെറ്റ് നിർമ്മിക്കുന്നു. സുരക്ഷയ്ക്കും ഗുണനിലവാരത്തിനും ഊന്നൽ നൽകിയാണ് KYT ഹെൽമെറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ KYT ഇപ്പൊ ഹെൽമെറ്റ് മാത്രമാണ് മാർക്കറ്റ് ചെയ്യുന്നുള്ളൂ. ഈ ചില്ലുകൂട്ടിലിരിക്കുന്ന അവരുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള പ്രീമിയം ഹെൽമെറ്റ് ആണ്. ഈ ചില്ലുകൂട്ടിയിരിക്കുന്ന പ്രീമിയം ലിമിറ്റഡ് എഡിഷൻ ഹെൽമെറ്റ് ആണ്. ഇത് ഇവരുടെ പ്രീമിയം സീരീസിൽ പെടുന്ന ഹെൽമെറ്റ്. ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ബ്രാൻഡാണ് KYT. അപ്പൊ ഈ പ്രോഡക്റ്റിനെ പറ്റി, ഈ ബ്രാൻഡിനെ പറ്റി കൂടുതലൊന്നും ഞാൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ബ്രാൻഡാണ് KYT. ബ്ലൂ ആർമർ എന്ന് പറഞ്ഞ പുതിയൊരു കമ്പനി പുതിയൊരു ഇന്റർകോം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒട്ടുമിക്ക ബ്രാൻഡുകളും ഹെൽമെറ്റിനെ സ്മാർട്ട് ആക്കുന്ന ഇന്റർകോമിലൂടെയാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ നെറ്റിലടിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. മോട്ടോർ സൈക്കിളിന്റെ ഹാൻഡിൽ ബാറിലും ഈ കൺട്രോൾ എല്ലാം ലഭിക്കുന്നതാണ്. ഇനിയിപ്പോ റോളോന്റെ സ്റ്റാളിലോട്ട് വന്ന ചെയിനും സ്പ്രോക്കറ്റ് കിറ്റും അവർ പ്രദർശിപ്പിച്ചത്. അതേപോലെ സ്കൂട്ടറിന് വേണ്ടിയുള്ള ബെൽറ്റ് ട്രെയിൻ സിസ്റ്റം പ്രദർശിപ്പിച്ചു. അപ്പൊ ഇതിന്റെയൊക്കെ സെയിലും ഉണ്ടായിരുന്നു. ഇതിനകത്ത് വന്ന എഞ്ചിന് പുറത്തു വന്ന മോട്ടോർ സൈക്കിളിലെ ചെയിൻ ഡ്രൈവ് സിസ്റ്റം കൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്കാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ സാധിച്ചു. റോളോ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ചെയിൻ ബ്രാൻഡാണ്. സ്കൂട്ടറോട്ട് ലോറി വരെ അവർ ചെയ്യുന്നുണ്ട്. ഈ റോളോ എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ചെയിനിലും ബെൽറ്റ് ഡ്രൈവിലും ആണ്. അവരുടെ ഇടയിലും പോപ്പുലറായ ബ്രാൻഡും കൂടിയാണ്. ഇനിയിപ്പോ നേരെ സെനയുടെ സ്റ്റാളിലോട്ട് വന്നു കഴിഞ്ഞാൽ, സെന എന്ന് പറയുമ്പോൾ ഇന്റർകോമിലെ ഒരു ലീഡിംഗ് ബ്രാൻഡാണ് സെന. സെനയുടെ ഇന്റർകോം യൂസ് ചെയ്തിരുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ഇന്റർകോമിൽ വളരെ നല്ലൊരു ബ്രാൻഡാണ്, അതേപോലെ എക്സ്പെൻസീവും ആണ്. സെന തങ്ങളുടെ ഇന്റർകോമിന്റെ പാർട്സുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1998 തുടങ്ങിയ സൗത്ത് കൊറിയൻ കമ്പനിയാണ് സെന. മോട്ടോർ സൈക്കിൾ യാത്രകൾക്കും സൈക്കിൾ യാത്രകൾക്കും മറ്റ് ഔട്ട്ഡോർ മറൈൻ പ്രവർത്തനങ്ങൾക്കും ബ്ലൂടൂത്ത് പ്രവർത്തനക്ഷമമായ ആശയവിനിമയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് സെന. സെന ബ്രാൻഡ് പേര് കേട്ടിരുന്ന പ്രകടനവും വിശ്വാസ്യതയും നവീകരണവുമാണ്. എന്താണ് ബ്ലൂടൂത്ത് ഇന്റർകോം എന്ന് സെന വിശേഷിപ്പിക്കുന്നത്?
ബ്ലൂടൂത്ത് ഇന്റർകോം റൈഡർമാരെ സുരക്ഷിതമായും കാര്യക്ഷമപരമായും ആശയവിനിമയം നടത്താൻ അനുവദിക്കുന്നു. മോട്ടോർ സൈക്കിളിന് വേണ്ടി ടോപ്പ് ബോക്സ് നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ്. ബേസിക്കലി ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. കമ്പനി എന്തായാലും ഇതിന് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്ന വേറെയും പ്രോഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്. ADV മോട്ടോർ സൈക്കിൾ ആൻഡ് ADV ആക്സസറീസ് ഇഷ്ടപ്പെടുന്നവരുടെ ഡ്രീം ബ്രാൻഡും കൂടിയാണ് മാഡ് ഡോഗ്. ഈ KG എന്ന് പറഞ്ഞ ബ്രാൻഡ് എയർ ഫിറ്ററിൽ പേര് കേട്ട ഒരു ബ്രാൻഡാണ്. അതുകൂടാതെ ബ്രേക്ക് പാർട്സും ഡിസ്ക് ബ്രേക്ക് ഒക്കെ കമ്പനി ഇറക്കുന്നുണ്ട്. 1969 തുടങ്ങിയ ഒരു അമേരിക്കൻ ബേസ് കമ്പനിയാണ് KNG. മെയിൻലി KNG ഒരു എയർ ഫിൽറ്റർ ബ്രാൻഡാണ്. അപ്പൊ കാറിന്റെയും ബൈക്കിന്റെയും എല്ലാം എയർ ഫിൽറ്റർ അവൈലബിൾ ആണ്. NHK ഹെൽമെറ്റിന്റെ ചെറിയൊരു കുട്ടി സ്റ്റാൾ ഉണ്ടായിരുന്നു. 2017 സ്റ്റാർട്ട് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹെൽമെറ്റ് ബ്രാൻഡാണ് NHK. ഹെൽമെറ്റിലെ അത്യാവശ്യം പേര് കേട്ട ഒരു ബ്രാൻഡും കൂടിയാണ് NHK. IBWയിൽ NHKയുടെ സ്റ്റാളിൽ 30% ഓഫും ഹെൽമെറ്റിന് അവർ കൊടുത്തിരുന്നു. അത്യാവശ്യം പോപ്പുലറായ ഒരു ബ്രാൻഡാണ് DSG. ബേസിക്കലി ഇതൊരു പൂനെ ബേസ്ഡ് കമ്പനിയാണ്. റൈഡിംഗ് ജാക്കറ്റ്, റൈഡിംഗ് പാന്റ്, പിന്നെ റൈഡിംഗ് ഗ്ലൗസും എല്ലാവരുടെയും ഇഷ്ട ബ്രാൻഡാണ് DSG. ഇവിടെ ആൾക്കാരുടെ നല്ല തിരക്കുണ്ട്. ആ തിരക്കിനിടയിൽ കൂടിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ലീഡിംഗ് ഒരു റൈഡിംഗ് ജാക്കറ്റ് ബ്രാൻഡ് തന്നെയാണ് DSG. 1000 രൂപ മുതലാണ് അവരുടെ ജാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ നോലാൻഡ് ഒരു പ്രീമിയം ഹെൽമെറ്റ് കിടക്കുന്നു. വലിയ എക്സ്പെൻസീവ് ആണെന്നറിയാം, എന്നാലും കണ്ണൊന്നുടക്കി. അപ്പൊ കൂടുതൽ അറിയാനായിട്ട് നെറ്റിൽ അടിച്ചു നോക്കുക. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ എന്റെ കണ്ണിൽ ഉടക്കിയത് ഫ്യൂലെക്സ് ആണ്. അത്യാധുനിക FI എഞ്ചിനുകളിൽ അത്യാധുനിക ഇലക്ട്രോണിക് പ്ലഗ് ഇൻ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഒപ്റ്റിമൈസേഷൻ ആണ് ഫ്യൂലെക്സ്. ഇത് എഞ്ചിനെ മികച്ച പ്രവർത്തനത്തിനും പാരാമീറ്ററിലേക്കും സ്വയം ട്യൂൺ ചെയ്യുന്നു. മോട്ടോർ സൈക്കിളിന് കുറെ അധികം പ്രോഡക്റ്റ് ബൈക്ക് ബ്രദർഹുഡ് ഇറക്കുന്നുണ്ട്. ഇത് ഫേമസ് ആയിരിക്കും മോട്ടോർ സൈക്കിൾ ടൂറിംഗ് ബാഗ്സ് ആണ്. അപ്പൊ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഈ LBC മോട്ടോഴ്സ് വരുവാണെങ്കിൽ മോട്ടോർ സൈക്കിളിന് വേണ്ട ഫോഗിലാകുമ്പോൾ ആപ്പിൾ കാർപ്ലേക്കും ആൻഡ്രോയിഡ് ഓട്ടോയ്ക്ക് യൂസ് ചെയ്യാവുന്നതും റിവേഴ്സ് ക്യാമറ ഒക്കെ പിടിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ക്രീനും കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. GPS നാവിഗേഷനൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. അല്ല, മോട്ടോർ സൈക്കിൾ ആക്സസറീസിന്റെ ഏറ്റവും വലിയ സ്റ്റാള് റൈനോക്സിന്റെ ആയിരുന്നു. പിന്നെ റൈനോക്സിന്റെ ജാക്കറ്റുകളുടെ അപ്ഡേറ്റഡ് വേരിയന്റ് അവർ പ്രദർശിപ്പിച്ചിരുന്നു. റൈനോക്സ് ഗിയർ എന്ന് പറഞ്ഞ കമ്പനി ഒരു മഹാരാഷ്ട്ര ബേസ് കമ്പനിയാണ്. അതുകൂടാതെ റൈനോക്സ് യൂസ് ചെയ്യുന്ന സേഫ്റ്റി പാഡിങ്സ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാരുടെ തിരക്കും റൈനോക്സിന്റെ സ്റ്റാളിൽ തന്നെയായിരുന്നു. അപ്പൊ D30 ആർമറും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ റൈനോക്സിന്റെ കൺസെപ്റ്റുകളും അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്നെ ആകർഷിച്ച കാര്യം ടൂറിംഗ് മൗണ്ടുകളാണ്. ഇതെല്ലാം വുഡ് വെച്ച് ചെയ്ത മോട്ടോർ സൈക്കിൾ പ്രോട്ടോടൈപ്പിൽ സെറ്റ് ചെയ്തിരിക്കുക. ഈ പ്രദർശിപ്പിച്ച മോഡലും ഹാൻഡ് ഗാർഡ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ കാണിച്ചിരിക്കുന്ന ഹാൻഡിൽ ബാർ എന്തായാലും ലോഞ്ച് ചെയ്യാൻ സാധ്യതയില്ല. മേ ബി ഇതിന്റെ കൂടെ ഹാൻഡിൽ ബാർ റേസർ കൊണ്ടുവന്നേക്കാം. മേ ബി 2026 പകുതി അല്ലെങ്കിൽ 2027 അവസാനമൊക്കെ ആയിരിക്കും ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മേ ബി അടുത്ത IBWയിൽ ഈ പ്രോഡക്റ്റ് എല്ലാം ലോഞ്ച് ചെയ്തേക്കാം. ഇവന്മാർ ഹെൽമെറ്റ് കൂടി ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ മോട്ടോർ സൈക്കിൾ ആക്സസറീസിന്റെ കംപ്ലീറ്റ് ഷോപ്പായിട്ട് റൈനോക്സ് മാറും. എന്തായാലും വരട്ടെ. ഇനി BMCയുടെ എയർ ഫിൽട്ടർ ബ്രാൻഡിലോട്ട് വരാം. മോട്ടോർ സൈക്കിളുകളുടെയും കാറുകളുടെയുമായ എയർ ഫിൽറ്റർ നിർമ്മിക്കുന്ന ഒരു ഇറ്റാലിയൻ കമ്പനിയാണ് BMC എയർ ഫിൽറ്റർ കമ്പനിയുടെ ആസ്ഥാനം ഇറ്റലിയിലെ ലോഗാനിലെ മെഡിസീനയിലാണ്. കമ്പനി ഇപ്പോൾ ഇന്ത്യയിലും ചൈനയിലും ശാഖകളുള്ള ഒരു അന്താരാഷ്ട്ര കമ്പനിയാണ്. ബേസിക്കലി ദ ബ്രാൻഡ് ഈസ് ഫോക്കസ് ഓൺ മോട്ടോർ സൈക്കിൾ ആൻഡ് കാർസ് എയർ ഫിൽറ്റർ. മോട്ടോർ സൈക്കിൾ ഓട്ടോമോട്ടീവ് വ്യവസായങ്ങളിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ബ്രാൻഡാണ് BMC എയർ ഫിൽറ്ററുകൾ. ഇന്ത്യയിലെ ഒരു പേര് കേട്ട ബ്രാൻഡാണ് BMC എയർ ഫിൽറ്ററുകളിൽ. മോട്ടോർ സൈക്കിളിലെ മേജർ പ്രോഡക്റ്റുകളുടെ ഒരു ലീഡിംഗ് ബ്രാൻഡാണ് RCB. മലേഷ്യയിൽ നിന്നുള്ള മോട്ടോർ സൈക്കിൾ പാർട്സ് ആൻഡ് ആക്സസറീസ് ബ്രാൻഡാണ് RCB അല്ലെങ്കിൽ റേസിംഗ് ബോയ്. കമ്പനി 1995 മെൻ ഹാങ് ഓട്ടോ പാർട്സ് ട്രേഡിംഗ് SDN എന്ന പേര് സ്ഥാപിതമായി. BHD 2014 കമ്പനി RCB എന്ന പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. മോട്ടോർ സൈക്കിൾ വിഭാഗങ്ങൾ അനുബന്ധ ഉപകരണം നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് റേസിംഗ് ബോയ്. RCB അതിന്റെ ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളിൽ പേരുകേട്ടതാണ്. റിമ്മും ഷോക്ക് അബ്സോർബറും ബ്രേക്കിംഗ് സിസ്റ്റവും എഞ്ചിൻ പാർട്സ് ആൻഡ് ഹാൻഡിലിംഗ് സിസ്റ്റം, ഫുഡ് കൺട്രോൾ ആൻഡ് ഹാൻഡ് കൺട്രോൾ സിസ്റ്റം, മോട്ടോർ സൈക്കിൾ ഡ്രൈവ് ചെയിൻ സിസ്റ്റം, ബോഡി പാർട്സ് ആൻഡ് ആക്സസറീസ് ആൻഡ് അപ്പാരൽസ്. തെക്കു കിഴക്കൻ ഏഷ്യയിലെയും ചൈനയിലെയും ഇന്ത്യയിലെയും എന്നിവിടങ്ങളിൽ ശക്തമായ സാന്നിധ്യം RCBക്കുണ്ട്. ക്രാങ്ക് 1 പെർഫോമൻസിന്റെ സ്റ്റാളിലോട്ട് വരുമ്പോൾ ഇത് ഒരു ഇന്ത്യൻ സൂപ്പർ ബൈക്ക് പെർഫോമൻസ് പാർട്സ് കമ്പനിയാണ്. സിന്തേഡ് ആൻഡ് സെറാമിക് ഡിസ്ക് ബ്രേക്ക് പാഡുകൾ ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും ഇവരാണ്. ഓയിൽ ഫിൽറ്ററുകൾ തുടങ്ങിയ സൂപ്പർ ബൈക്ക് പെർഫോമൻസ് പാർട്സുകൾ ആഗോളതലത്തിൽ മുൻനിരയിൽ ഇറക്കുമതി. കമ്പനിയുടെ പ്രോഡക്റ്റ് ലൈനപ്പ് പരിശോധിച്ച് നോക്കാനാണെങ്കിൽ ബ്രേക്ക് പാഡുകൾ, ഓയിൽ ഫിൽറ്ററുകൾ, ചെയിനും സ്പ്രോക്കറ്റുകളും, അതായത് സൂപ്പർ ബൈക്കുകൾക്കായുള്ള ചെയിനും സ്പ്രോക്കറ്റുകൾ
ബൈക്കുകളും പിന്നെ പെർഫോമൻസ് ബൈക്കുകൾക്കായിട്ടുള്ള ബാറ്ററികൾ. വളരെ ജനപ്രിയമായ പെർഫോമൻസ് പാർട്സ് ബ്രാൻഡാണ് ക്രാങ്ക് വൺ. വിമിത് സച്ദേവ് ആണ് ഇതിന്റെ CEO. ആൾക്കൊരു ഈഗോയും വിഷമം അടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് BMW RR ആദ്യം കാണിച്ചത്. അല്ല, അവൻ ഈ AC റൂമിൽ തണുപ്പും കൊണ്ടിരിക്കേണ്ടവനല്ല. LGB അഥവാ ബാലകൃഷ്ണ ബ്രദേഴ്സ് ലിമിറ്റഡ് 1937 ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയായി സ്ഥാപിതമായി. ഇന്ന് ഓട്ടോമൊബൈൽ പാർട്സുകൾ, സ്പ്രോക്കറ്റ് ആൻഡ് ഗിയർ ഫംഗ്ഷൻസ്, ഗിയർ സ്പ്രോക്കറ്റുകൾ, സ്കൂട്ടറിന്റെ ബെൽറ്റ് ഡ്രൈവും സ്കൂട്ടറിന്റെ പ്രോഡക്റ്റുകളും, പ്രിസിഷൻ മെഷീൻ പ്രോഡക്ട്സുകൾ, റബ്ബർ ഉൽപ്പന്നങ്ങൾ, ഇവയെല്ലാമാണ് LG ബാലകൃഷ്ണ പ്രോഡക്ട്സിന്റെ ഉൽപ്പന്നങ്ങൾ. നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നെയിം തപ്പി പോകാറില്ല. അതുകൊണ്ട് തന്നെ LGB എന്ന് വിളിക്കാനായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴാണ് ഇതിനകത്തെ ബി ബാലകൃഷ്ണനാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ബാലകൃഷ്ണൻ ആ മാമുക്കോയുടെ ആ വിളിയും ആ സംസാരവും എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഈ പേരാരും മറക്കണ്ട, LG ബാലകൃഷ്ണ ആൻഡ് ബ്രദേഴ്സ് ലിമിറ്റഡ്. പുറത്തോട്ടെത്തി മോറിസ് കാരേജ് പൗലിയിൽ ചെന്ന് കഴിഞ്ഞാൽ MGയുടെ ഗ്ലോസ്റ്ററും MGയുടെ വിങ്സും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗ്ലോസ്റ്റർ ഒരു പ്രീമിയം SUV ആണ്. വിൻസർ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടച്ച് ബാക്ക് ആയിട്ടുള്ള ഇലക്ട്രിക് EV കാർ. MGയുടെ ഈ രണ്ട് മോഡലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാനാണെങ്കിൽ കാർ പിക്സും കണ്ടന്റ് വിത്ത് കാറും നിങ്ങൾ കാണുക. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. നിങ്ങളില്ലേ ഒന്നും തപ്പിപ്പോണ്ട, നിങ്ങൾ പ്രോ റൈഡ് കണ്ടാൽ മതി. വീഡിയോ അവസാനിച്ചു എന്ന് കരുതുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. ടു ബി കണ്ടിന്യൂഡ്. ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇതിനകത്തൊരു ഗീവ് അവേയും കൂടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ബാക്കി വരുന്ന വീഡിയോസിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അത് എന്ത് വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് എന്തായാലും ഞാനൊരു ഉറപ്പ് തരാം, നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റ് ഞാൻ തരുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലാത്തൊരു പ്രോഡക്റ്റ് ഒരിക്കലും, അതായത് എൻ്റെ പ്രോ റൈഡ് എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ ചാനലിലൂടെ ഒരു ഗീവ് അവേ നടത്തുമ്പോൾ അത് ഒരാൾക്കാർക്ക് ലഭിക്കുക. അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. അത് എന്ത് വേണമെങ്കിലും ആവാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ടുള്ള ഒരു സാധനമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാവാം. അതിനെപ്പറ്റി കൂടുതലൊന്നും ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ വാചാലിലായിരിക്കും ഞാൻ പറഞ്ഞു പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ എല്ലാം അറിയാനായിട്ട്.